നമുക്കൊരു ബിബ്ലിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർ ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ ആ ഒരു കാര്യം യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവും ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സംഭവ വികാസങ്ങളും അത് കാലഘട്ടത്തിന് നൽകുന്ന ആ ഒരു മുന്നറിയിപ്പ് എന്തൊക്കെയാണ് ഫാദർ ടോം മല്ലിക്കൽ? ജോർജി, ബൈബിൾ പ്രവചനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ പ്രവചനങ്ങൾ നിവൃത്തിയാവേണ്ടതാണ്. രണ്ട് രീതിയിൽ ബൈബിളിലെ പ്രവചനങ്ങളെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇസ്രായേലുമായും അന്ത്യ കാലഘട്ടവുമായി യുഗാന്ത്യവുമായി ഒക്കെ ബന്ധപ്പെട്ട നിരവധി പ്രവചനങ്ങൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. അതിന് രണ്ട് രീതിയിൽ മനസ്സിലാക്കാം. ഒന്ന്, ആ കാലഘട്ടത്തിൽ നിറവേറിയ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഗാസായെ കുറിച്ച്, ജെറുസലേമിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, അത് വിജനമാവുന്നതിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ നിറവേറിയ കാര്യമാണ്. എന്നാൽ അത് ചരിത്രത്തിൽ ഒരു സമയത്ത് നിറവേറി എന്നുള്ളതിന് ഒപ്പം അതിന്റെ ഒരു പൂർത്തീകരണം, ആ അതിന്റെ പ്രവചന സ്വഭാവം പൂർത്തിയാവുന്നത് യുഗാന്ത്യത്തിലാണ് എന്ന് പറഞ്ഞാൽ അതിന് ബൈബിളിലെ പ്രവചനങ്ങൾക്ക് ഇനിയും പൂർത്തിയാവേണ്ട ഒരു തലമുണ്ട്. ചരിത്രത്തിൽ നടന്ന ഒരു വശത്തോടൊപ്പം തന്നെ ഇനി പൂർത്തിയാകേണ്ട ഒരു തലം കൂടി ബൈബിളിലെ പ്രവചനങ്ങൾക്കുണ്ട്. അങ്ങനെയാകുമ്പോൾ അത് ഇന്നത്തെ സംഘർഷങ്ങൾ ബൈബിൾ പ്രവചനങ്ങളുടെ വെളിച്ചത്തിൽ അന്ത്യകാലത്തിന്റെ അടയാളങ്ങളായിട്ട് ചിത്രീകരിക്കാറുണ്ട്. വളരെ വിവേകത്തോടുകൂടി നമ്മൾ ഇടപെടേണ്ട, വ്യാഖ്യാനിക്കേണ്ട ഒരു വിഷയമാണത്. എങ്കിലും ഈ പ്രവചനങ്ങളെയൊക്കെയും അന്ത്യകാലത്തിന്റെയും മിശിഹായുടെ രണ്ടാം വരവിന്റെയും അടയാളങ്ങളായിട്ട് വ്യാഖ്യാനിക്കുന്ന നിരവധി ബൈബിൾ ചിന്താധാര തന്നെയുണ്ട്. പ്രത്യേകിച്ച് എസെക്കിയേലിന്റെ പ്രവചനം 38, 39 അധ്യായങ്ങളിൽ ജെറൂസലേമിന് ചുറ്റും, ഇസ്രായേലിന്റെ ചുറ്റും വർദ്ധിച്ചു വരുന്ന ഒരു സംഘർഷത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിന്റെ അവിടെ പറയുന്ന ഒരു ഗോഗ് എന്ന് പറയുന്ന വടക്കേ അറ്റത്തുള്ള ഒരു ദേശത്തെ അധിപനായ മാഗോഗ് ദേശത്തിന്റെ അധിപൻ ഗോഗ് ഇസ്രായേലിനെതിരെ സർവ്വസന്നാഹങ്ങളോടെ അവന്റെ കൂടെ ഒരു ജനസഞ്ചയവും വലിയ രാജ്യങ്ങളുടെ കൂട്ടായ്മയും ചേർന്ന് യുദ്ധം ചെയ്യാൻ വരുന്നതും ഇസ്രായേൽ മലനിരകളിൽ അവർ തകർന്നു വീഴുന്നതുമായിട്ട് പ്രവചനമുണ്ട്. ഇതിനകത്ത് ഒരു ചരിത്രപരമായ ഭൂമിശാസ്ത്രപരമായ കാര്യം, ഈ ഗോഗ് ദേശം എന്ന് പറയുന്നത് എസെക്കിയേൽ പറയുന്നത് യൂദായുടെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഏറ്റവും വടക്കേ അറ്റമാണ്. നമ്മൾ അങ്ങനെ യൂദായിൽ നിന്ന് വടക്കേട്ട് പോയി കഴിഞ്ഞാൽ അത് എത്തി നിൽക്കുന്നത് തുർക്കിയിലോ അതല്ലെങ്കിൽ റഷ്യയിലോ ആണ്. അതുകൊണ്ട് ബൈബിളിന്റെ പ്രവചനങ്ങളൊക്കെയും ഇന്നോളം പറഞ്ഞതൊക്കെയും നിറവേറിയെങ്കിൽ അതിനെല്ലാം ഇനി നിറവേറേണ്ട ഒരു മാനമുണ്ട്. അത് നമ്മൾ കാത്തിരിക്കുക, ജാഗ്രതയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ് അതിന്റെ നിറവേറലുകൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇതെല്ലാം നേരത്തെ പ്രവചിക്കുന്ന കാര്യമാണ്. രാജ്യങ്ങളുടെ ഒരു അച്ചുതണ്ട് രൂപപ്പെടുകയും അത് ഇസ്രായേലിനെതിരെ വടക്കേ അറ്റത്ത് നിന്നൊരു ഇസ്രായേലിനെ വിഴുങ്ങാൻ വരുന്നതും അവർ പരാജയപ്പെടുന്നതും എസെക്കിയേൽ പ്രവചനമാണ്. അതുപോലെ തന്നെ സഖറിയ പ്രവാചകന്റെ പുസ്തകം 12:3 അതുപോലെ ലൂക്കാ സുവിശേഷം 21:20 ഇവിടെ പറയുന്ന ഒരു വചനം, ഒരു സന്ദേശം എന്ന് പറയുന്നത് ജെറൂസലേം ഒരു ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറുകയാണ്. ജെറൂസലേമിൽ ഞാൻ മത്ത് പിടിപ്പിക്കുന്ന ഒരു ലഹരി പാനീയമായിട്ട് മാറും എന്നാണ് സഖറിയ പറയുന്നത്. അപ്പൊ ജെറൂസലേമിന് ചുറ്റും ജനതകൾ ജെറൂസലേമിലേക്ക് ആകർഷിക്കപ്പെടുന്നു, അതിനെ ആക്രമിക്കാൻ, കീഴടക്കാൻ വരുന്നു. ഈ വരുന്നവരൊക്കെയും ചെതറിപ്പോകുന്നതിനെ കുറിച്ച് സഖറിയ പറയാണ്. അതുപോലെ തന്നെ മറ്റൊരു യുഗാന്ത്യവുമായി ബന്ധപ്പെട്ട കാര്യം, ആന്റിസെമിറ്റിസം, യഹൂദ വിരോധം, സെമിറ്റിക് വിരോധം എന്ന് പറയുന്ന ഒരു വലിയ കാര്യം പ്രബലപ്പെടുന്നതായിട്ട് മത്തായിയുടെ സുവിശേഷം 24 റെവലേഷൻസ് 12 ഒക്കെ നമ്മൾ കാണും. ഈ ആന്റിസെമിറ്റിസം ഡെവലപ്പ് ചെയ്യുന്നു. ഇന്ന് ഒരു യഹൂദ വിരോധം ലോകമെങ്ങും പടർന്നു പിടിക്കുന്നുണ്ട്. എന്തിനാണ് അമേരിക്കയിൽ, ബ്രിട്ടനിൽ, പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ പോലും യഹൂദരായിട്ടുള്ള വിദ്യാർത്ഥികൾ പോലും ക്യാമ്പസുകളിൽ അവർ ആക്രമിക്കപ്പെടുന്നു, അവർ അപമാനിക്കപ്പെടുന്നു. അപ്പൊ ലോകമെങ്ങും ഒരു യഹൂദ വിരോധം, പുരോഗമന ആളുകളാൽ, ഇടതുപക്ഷങ്ങളാൽ, ഈ ഇസ്ലാമിക തീവ്രവാദത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്ന ആളുകളാൽ നിരന്തരം ഒരു യഹൂദ വിരോധം, ആന്റിസെമിറ്റിസം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യമാണ് അന്തിക്രിസ്തുവിന്റെ അധികാരം വർദ്ധിച്ചു വരുന്നതായിട്ട് വേദപുസ്തകം പറയും. അത് യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിന്റെ 2:18, അതുപോലെ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിന്റെ 2-ാമത്തെ ലേഖനത്തിന്റെ 2-ാം അധ്യായം 3-4 വാക്യങ്ങളിലൊക്കെ അന്തിക്രിസ്തുവിനെ കുറിച്ച് പറയാണ്. ആന്റി ക്രൈസ്റ്റ്, റൈസ് ഓഫ് ദ പവർ ഓഫ് ആന്റി ക്രൈസ്റ്റ്. ഇത് നമ്മൾ ചിന്തിച്ചു നോക്കൂ, ലോകം മുഴുവൻ ഒരു തിന്മയുടെ ആധിപത്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ ഒരു കാലത്ത് മൂല്യമെന്നും വിശുദ്ധമെന്നും ഒക്കെ കരുതുന്നതിനെ എല്ലാം ആക്ഷേപിക്കാൻ, അപമാനിക്കാൻ, വികൃതമാക്കാൻ, എന്തിനാണ് വിശുദ്ധ നാമങ്ങളെയും സംജ്ഞകളെയും പോലും, വിശുദ്ധ വസ്തുക്കളെ പോലും അവമതിക്കാൻ മടിയില്ലാത്ത ഒരു കൂട്ടം ആളുകൾ ഇന്നുണ്ട്.
നമ്മൾ ഈ മലയാളത്തിലെ ഈ സിനിമാ വിവാദങ്ങളൊക്കെ ഇപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇപ്പോഴാണെങ്കിൽ ബൊഗൈൻവില്ല എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് നമ്മൾ ക്രൈസ്തവ സംഘടനകളൊക്കെ പ്രതിഷേധിച്ചു കഴിഞ്ഞു. ക്രൈസ്തവ ബിംബങ്ങളെ, പ്രമേയങ്ങളെ ആക്ഷേപിക്കുന്നു. എന്തിനാണ് ദൈവത്തിന് സ്തുതി പറഞ്ഞ് അത് അപമാനകരമായ രീതിയിൽ ദൈവത്തിന് സ്തുതി പറയുന്നു അല്ലെ? വളരെ ക്രൈസ്തവ പ്രമേയങ്ങളെ അപമാനിക്കുന്ന നിരന്തര തുടർച്ചയാണ്. നമ്മൾ പറയുന്നത് ഈ അന്തിക്രിസ്തുവിന്റെ ഭരണത്തിന്റെ കീഴിൽ ലോകം വീഴുന്നു എന്നുള്ളതിന്റെ ചില സൂചനയാണ് ഇല്ലുമിനാത്തികളുടെ, ഫ്രീമേസനുകളുടെ, സൈറ്റനിസ്റ്റുകളുടെ ആശയങ്ങൾ വളരെ പ്രകടമായി സമൂഹത്തിൽ ഏറ്റവും പോപ്പുലറായ സാമൂഹിക മാധ്യമമായ സിനിമയിലൂടെ പോലും സാധാരണക്കാരിലേക്ക്, കുഞ്ഞുങ്ങളിലേക്കും ചെറുപ്പക്കാരിലേക്കും എത്തുന്നത്. അപ്പോൾ ഇതെല്ലാം അന്ത്യകാലത്തിന്റെ ചില അടയാളങ്ങളാണ്. ബൈബിൾ പ്രൊഫസികൾ ഒന്നൊന്നായി നിറവേറുന്നു എന്നുള്ളതിന്റെ അടയാളങ്ങളാണ്. അപ്പൊ നമുക്ക് ഈ കാലത്ത് എന്താണ് വേണ്ടത്? ഭീതിയല്ല, നിരന്തരമായ ഒരു ജാഗ്രതയാണ്. വേദപുസ്തകത്തിലെ പ്രവചനങ്ങളൊക്കെയും പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി ദൈവത്തിന്റെ മനുഷ്യർ എഴുതി വെച്ചതാണെന്ന് വേദപുസ്തകം പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം ജോർജി നിവൃത്തിയാവേണ്ടതാണ്. ഓക്കെ, വളരെ വ്യക്തമാണ് അച്ഛൻ. ഏറ്റവും ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ ആ ഒരു പോയിന്റ് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ തിരിച്ചറിയുക, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ, ഈ ആധുനിക ലോകത്ത് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഒരു സമൂഹത്തിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങൾ, അത് കണ്ടുകൊണ്ട് ഒരു ഭീതിയല്ല വേണ്ടത്, ഒരു ജാഗ്രതയിലേക്ക്, കുറെ കൂടി ജാഗ്രതയിലേക്ക് കടന്നു വരേണ്ടതിന്റെ ഒരു ആവശ്യകത തന്നെയാണ് ഫാദർ ടോം മുല്ലക്കരോട് പങ്കുവച്ചത്.